2017 മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് അധികാരമേറ്റതിനു ശേഷം ഉത്തർപ്രദേശ് സർക്കാർ ഗോ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നു. ഗോ സംരക്ഷണത്തെ പിന്തുണയ്ക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതികൾ നിരവധിയാണ്. ഇവ കൃഷിയിടങ്ങളെയും ഗ്രാമീണ ജീവിതത്തെയും കൂടാതെ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ കൈകാര്യം ചെയ്യുന്നതിനും സമഗ്രമായ ശ്രമമാണെന്നും ഉപജീവന മാർഗങ്ങളും പരമ്പരാഗത കൃഷി രീതികളും പ്രോത്സാഹിപ്പിക്കപ്പെടുമെന്നും സർക്കാർ അവകാശപ്പെടുന്നു. 2.37 ലക്ഷത്തിലധികം അലഞ്ഞു തിരിയുന്ന പശുക്കളെ വ്യക്തികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഓരോ പശുവിനെയും പരിപാലിക്കുന്നതിനായി അവർക്ക് പ്രതിദിനം 50 രൂപ നൽകുന്നുണ്ടെന്നും സർക്കാർ പറയുന്നുണ്ട്. മൃഗസംരക്ഷണം മാത്രമല്ല, കന്നുകാലികളെ ദത്തെടുക്കുന്നവരുടെ ഉപജീവന മാർഗവും മെച്ചപ്പെടുത്താൻ ഈ പരിപാടി ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും കർഷകർ ഉൽപാദനക്ഷമത കുറഞ്ഞ കന്നുകാലികളെ തുറന്നുവിടുകയും സർക്കാർ അവയെ പിടികൂടുകയും ചെയ്യുന്ന പ്രവണത പല ജില്ലകളിലും തുടരുന്നുണ്ട്. അലഞ്ഞു തിരിയുന്ന കന്നുകാലികളുടെ എണ്ണത്തിലെ വർധനവ് കാണിച്ചു തരുന്നത് കർഷകമായി നടപ്പിലാക്കുന്ന കന്നുകാലികളുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടെ സംസ്ഥാനം 7713 പശു സംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഇന്ന് 16 ലക്ഷത്തിലധികം അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ ഇവയിൽ പാർപ്പിച്ചിട്ടുണ്ട്. 2025-26 സംസ്ഥാന ബജറ്റിൽ അലഞ്ഞു തിരിയുന്ന പശുക്കളുടെ സംരക്ഷണത്തിനായി 2000 കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ പശു സംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് 140 കോടി രൂപയും മൃഗാശുപത്രികളുടെയും മൃഗസേവന സൗകര്യങ്ങളുടെയും നവീകരണത്തിനായി 123 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വ്യാപകമായ നീക്കങ്ങളുടെ ഭാഗമായി ഇന്ന് വരെ 14.5 കോടി മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകിയതായി സർക്കാർ അവകാശപ്പെടുന്നു. ഇതിൽ 1.92 കോടി കന്നുകാലികൾക്ക് ത്വക്ക് രോഗത്തിനെതിരായ വാക്സിനേഷനുകളും ഉൾപ്പെടുന്നുണ്ട്. കന്നുകാലി ഉടമകൾക്ക് വെറ്റിനറി സഹായം നൽകുന്ന ഒരു ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നിലവിൽ നിലനിൽക്കുന്നു. കന്നുകാലി അധിഷ്ഠിത വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള മറ്റു പദ്ധതികൾ നിരവധിയുണ്ട്. പശു വളർത്തലും പ്രകൃതിദത്ത കൃഷി രീതികളും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മാർച്ച് സർക്കാർ അമൃത്ധാര യോജന അവതരിപ്പിച്ചു. ഈ പദ്ധതി 10 ലക്ഷം രൂപ വരെ വായ്പ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 3 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ യാതൊരു ഗ്യാരണ്ടികളും ഇല്ലാതെ ലഭ്യമാണ്. 2 മുതൽ 10 വരെ പശുക്കളുള്ള കർഷകർക്ക് ഈ വായ്പകൾ വാഗ്ദാനം ചെയ്യുന്നതിനായി 10 ബാങ്കുകളെ എംപാനൽ ചെയ്തു. സപ്ലിമെന്ററി ബജറ്റിൽ ഗോശാലകളുടെ പരിപാലനത്തിനായി സർക്കാർ 1001 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ ഗോശാലകളെ ജൈവ പ്രകൃതിദത്ത കൃഷി സംരംഭങ്ങളുമായി സംയോജിപ്പിക്കുന്നതിനാലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. കൃഷിയിടങ്ങൾക്കപ്പുറം റോഡുകൾ, പ്രത്യേകിച്ച് രാത്രിയിൽ അലഞ്ഞു തിരിയുന്ന കാളകളും പശുക്കളും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ അപകട സാധ്യത കുറയ്ക്കുന്നതിനായി പ്രധാന ഹൈവേകളിൽ കന്നുകാലി ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു പൈലറ്റ് പദ്ധതി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 2024 ഡിസംബറിൽ പ്രഖ്യാപിച്ചിരുന്നു. ഹൈവേ റൂട്ടുകളിൽ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങൾക്ക് പരിചരണം നൽകുന്നതിനിടയിൽ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ കുറയ്ക്കുന്നതിനും റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു.